രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യ ലഹരി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 11ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ള ശ്ലോകം പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്താൽ 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, ഉടൻ ബുധനാഴ്ച ഭജഗോവിന്ദം തുടങ്ങുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്, അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ചിലർ എന്നോട് നേരിട്ട് ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് വരാം. ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ 9645333999 കോൺടാക്ട് ചെയ്താൽ മതി. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തറിയണമെങ്കിലും എൻ്റെ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഉണ്ട്. രാധികാ കവചം 2 നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും പാടിയിട്ടിട്ടുണ്ട്. രാധാ മാനസ തന്ത്രം നമ്മുടെ അൽബ പാടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അതുകൂടാതെ ശ്രീബുദ്ധൻ്റെ, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് ഞാൻ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും, ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തുടങ്ങാൻ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്.
എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഏതാണ്? സൗന്ദര്യ ലഹരി. അത് ഇന്ന് നമുക്ക് പാടിത്തരുന്നത് ശ്രീ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ തന്നെയാണ് രാധാ സഹസ്രനാമം പാടിയിട്ടുള്ളത്. ഇതേ കൃഷ്ണപ്രിയ തന്നെയാണ് രാധിക കവചവും പാടിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണപ്രിയ എനിക്ക് തോന്നുന്നു 10ാമത് ഇന്ന് കൃഷ്ണപ്രിയയുടെ വീടിൻ്റെ പാലുകാച്ചാണ്. കൃഷ്ണപ്രിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ കൊണ്ട് വീട് വെച്ചു. ഇന്ന് വീടിൻ്റെ പാലുകാച്ചാണ്. രാധാകൃഷ്ണന്മാരുടെ സംബന്ധിക്കുന്ന പേര് തന്നെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, പേരങ്ങ് മറന്നുപോയി ഞാൻ. അത് തന്നെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം കൃഷ്ണപ്രിയ ഇന്നിപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 10ാം ഉദയത്തിൻ്റെ അന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നു കൃഷ്ണപ്രിയയുടെ വീടിൻ്റെ പാല് കാച്ച്. കൃഷ്ണപ്രിയയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ആ പുതിയ വീട്ടിൽ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹത്തോടെ സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ദീർഘകാലം ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ചാനൽ കാണുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കൃഷ്ണപ്രിയയോടൊപ്പം ഉണ്ടാകും. കൃഷ്ണപ്രിയ അത് പാടുകയാണ്, നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. ചതുർഭിः ശ്രീകണ്ഠൈः ശിവയുവതിഭിः പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർനവഭിരഭി മൂലപ്രകൃതിഭിः ചതുശ്ചത്വാരിംശത് വസുതല കലാശ്രത്രിവലയ ത്രിരേഖാഭിസാർത്ഥം തവ ശരണകോണാ പരിണതാഃ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടിയത് കേട്ടല്ലോ. ഇന്നൊക്കെ ചതുർഭിഹി ശ്രീകണ്ഠൈ ശിവയുവതിഭിഹി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർനവഭിരഭി മൂലപ്രകൃതിഭിഹി ചതുശ്ചത്വാരിംശദ്വസുദള കലാശ്രതി വലയ ത്രിരേഖാഭി സാർദ്ധം തവ ശരണകോണ പരിണത. അർത്ഥം ചതുർഭിഹി ശ്രീകണ്ഠൈ. അർത്ഥം എഴുതിക്കോ. ചതുർഭിഹി ശ്രീകണ്ഠൈ. അർത്ഥം 4 ശിവചക്രങ്ങളെ കൊണ്ട്. 4 ശിവചക്രങ്ങളെ കൊണ്ട്. ശിവയുവതിഭിഹി. അർത്ഥം ശിവയുവതി സംബന്ധികളായ. ശിവയുവതി സംബന്ധികളായ. പഞ്ചഭിരഭി. അർത്ഥം 5 ശക്തികളെ കൊണ്ട്. 5 ശക്തികളെ കൊണ്ട്. പ്രഭിന്നാഭി ശംഭോ. അർത്ഥം 4 ശിവചക്രങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ. 4 ശിവചക്രങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ. നവഭി. നവഭി 9. അഭിമൂലപ്രകൃതിഭിഹി. അർത്ഥം 9 പ്രപഞ്ച മൂല കാരണങ്ങളെ കൊണ്ട്. 9 പ്രപഞ്ച മൂല കാരണങ്ങളെ കൊണ്ട്. ചതുശ്ചത്വാരിംശ. ചതുശ്ചത്വാരിംശാൽ. അർത്ഥം 44 ആകുന്നു. അടുത്തത് വസുദള കലാശ്രുതി വലയത്രിരേഖാഭി. അർത്ഥം അഷ്ടദളം, ഷോഡശദളം, ത്രിവലയങ്ങൾ, ത്രിരേഖകൾ. അടുത്തത് സാർത്ഥം. അർത്ഥം കൂടി. തവ ശരണം കോണ പരിണത. തവ ശരണം കോണ പരിണത. അർത്ഥം നിന്തിരുവടിയുടെ ബിന്ദുസ്ഥാനമെന്ന മന്ദിരവും. നിന്തിരുവടിയുടെ ബിന്ദുസ്ഥാനമെന്ന മന്ദിരവും കോണങ്ങളും പരിണമിച്ചവകളായിട്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഇത് ഇച്ചിരി കട്ടിയാണ് ശ്ലോകം കേട്ടോ. കുറച്ച് ബുദ്ധി കൊണ്ടൊക്കെ കളിക്കുന്നതാണ്. ശ്രദ്ധിച്ചേട്ടെ. അല്ലയോ മഹാത്രിപുര സുന്ദരി, 4 ശിവാത്മക ചക്രങ്ങളും. മനസ്സിലായില്ലേ? 4 ശിവാത്മകങ്ങളായ ചക്രങ്ങളും ഇവയിൽ നിന്ന് വ്യത്യാസപ്പെട്ട 5 ശക്തിയാത്മകമായ ചക്രങ്ങളും. അതായത് 4 ശിവന്റെ ശക്തിയും 5 പരാശക്തിയുടെ ആയും അങ്ങനെയുള്ള ചക്രങ്ങൾ
ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതായത് ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകാൻ കാരണമായ 9 ചക്രങ്ങൾ. ഇതിൽ ദേവിയുടെ ബിന്ദുസ്ഥാനമായ മന്ദിരവും കോണങ്ങളും ചേർന്ന് 4ആയി മാറുന്നു. അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരശ്രയം, ഇങ്ങനെ മൊത്തം 44ആയി ഭവിക്കുന്നു. ഈ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ഓരോ നിങ്ങൾ ശ്രീചക്രം കണ്ടിട്ടില്ലേ, പല പല ത്രികോണങ്ങളായി ഓരോന്നിനും ഓരോ പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ശ്രീചക്രത്തെ വർണ്ണിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ശ്രീചക്രം, ശ്രീചക്ര വിദ്യ, ഉപാസന, അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീചക്രം സത്യത്തിൽ മഹാത്രിപുര സുന്ദരി തന്നെയാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീചക്രത്തെ വർണ്ണിക്കുകയാണ്. ത്രിപുര സുന്ദരിയുടെ വാസസ്ഥലമാണ് ശ്രീചക്രം. അപ്പൊ ശ്രീചക്രത്തെ പൂജിച്ചാൽ ദേവിയെ പൂജിക്കുകയാണ്. ദേവി പെട്ടെന്ന് പ്രസാദിക്കുമെന്ന സത്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ശ്രീചക്രത്തിന് ഇത്ര പ്രാധാന്യം. കാരണം ദേവി താമസിക്കുന്നത് ശ്രീചക്രത്തിലാണ്. ദേവിയുടെ വാസസ്ഥലമാണ് ശ്രീചക്രം. ഇതിൽ 10 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ ത്രികോണം, നിങ്ങൾ ആ ശ്രീചക്രം കണ്ടിട്ടില്ലേ, പല പല ഇങ്ങനെ ത്രികോണാകൃതിയിൽ എതളുകൾ പോലെ ഇരിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ: 1 നടുക്കൊരു ബിന്ദുവാണ്, 2 ത്രികോണമാണ്, അടുത്തത് അഷ്ടകോണമാണ്, അടുത്ത 4-മത്തത് അന്തർദശാരം എന്ന് വിളിക്കും, 5-മതിരിക്കുന്ന ത്രികോണത്തിന് ബഹിർദശാരം എന്ന് വിളിക്കും, 6-മതിരിക്കുന്നതിന് ചതുർദശാരം എന്ന് വിളിക്കും. മനസ്സിലായി? അടുത്തതിന് അഷ്ടദളം എന്ന് വിളിക്കും, 8-മത്തെ ഇരിക്കുന്നതിന് ഷോഡശദളം എന്ന് വിളിക്കും, 9-മത്തതിന് വൃത്തത്രയം എന്ന് വിളിക്കും, 10-മത്തതാകട്ടെ ഭൂപുരത്രയം എന്ന് വിളിക്കും. ഓരോന്നിനും ഓരോ പേര്, അത്രയേ ഉള്ളൂ. ഈ 10 ചേർന്നതാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീചക്രം എന്നത് ദേവി തന്നെയാണ്, ദേവിയുടെ വാസസ്ഥലമാണ്. ആ ശ്രീചക്രം, ദേവിയിൽ 10 കാര്യങ്ങളുണ്ട്: ബിന്ദു, ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം, അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം, ഓരോ പേരുകൾ. ഇവയിൽ 4 ശിവന്റെ ശക്തിയാണ്, 5 ആദിപരാശക്തിയുമാണ്. അപ്പൊ 4 ശിവന്റെ ശക്തിയാണ്, ബാക്കി 5 ആദിപരാശക്തിയുടെ ചക്രവുമാണ്. അപ്പൊ ഇത് നല്ലതുപോലെ മനസ്സിലായല്ലേ? പിന്നെ ബിന്ദു സത്യത്തിൽ ഒരു ത്രികോണമല്ല. പക്ഷെ ഈ ബിന്ദുവിനെയും ചില ആചാര്യന്മാര് ത്രികോണമായി കണക്കാക്കുന്നു. ഈ ശ്രീചക്രം തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. അപ്പൊ ഈ ശ്രീചക്രത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ശക്തി ഉണ്ടായത്. അപ്പൊ സത്യത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ശ്രീചക്രത്തിന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഈ സൂര്യൻ അടർന്ന് നമ്മുടെ മണ്ടയിൽ വീഴാത്തത് എന്താണ്? നടന്നു പോകുമ്പം ചന്ദ്രനോ നട്ടൊക്കെ അടർന്ന് നമ്മുടെ പെടലിക്കിരുന്നാൽ എന്ത് ചെയ്യും? അപ്പൊ സയൻസ് പറയും ചില ശക്തികളുണ്ട് താങ്ങി നിർത്തുന്നത്. ആ ശക്തിക്കാണ് ഞങ്ങൾ ആദിപരാശക്തി എന്ന് വിളിക്കുന്നത്. അതാണ് സാക്ഷാൽ ശ്രീചക്രം എന്ന് പറയുന്നത്. ഈ ശ്രീചക്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. 5 ശക്തി ത്രികോണങ്ങളും 4 ശിവകോണുകളും ചേരുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പൊ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് 5 ആദിപരാശക്തിയുടെ ത്രികോണങ്ങളും 4 ശിവന്റെ ശക്തി ആവാഹിച്ച ത്രികോണങ്ങളും ചേരുന്നതാണ്. ഏതൊക്കെയാണ് ശക്തി ത്രികോണം? 1 പഞ്ചഭൂതം, 2 പഞ്ചതന്മാത്ര, 3 പഞ്ചകർമ്മേന്ദ്രിയം, 4 പഞ്ചജ്ഞാനേന്ദ്രിയം, 5 മനസ്സും. ഈ 5 കാര്യങ്ങളാണ് ആദിപരാശക്തിയുടെ ശക്തികൾ. ഈ 5ന്റെ കൂടെ ശിവന്റെ ശക്തിയായ 4ഉം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി. ഏതൊക്കെയാണ് ശിവന്റെ 4 കാര്യങ്ങൾ? 1 മായ, 2 ശുദ്ധവിദ്യ, 3 മഹേശ്വരൻ, 4 സദാശിവൻ. ഈ 9 അങ്ങനെ 5 + 4, ഈ 9 ചേരുവകൾ ചേർന്നാണ് നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഈ 9 ഒറ്റ പേരാണ് ശ്രീചക്രം.
അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരാണ്? ശ്രീചക്രമാണ്. തീർന്നില്ല, നമ്മൾ ഓരോരുത്തരും ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ശരീരവും ശ്രീചക്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദേവിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ ദേവിയെ ഉപാസിക്കണം. ദേവിയെ ഉപാസിക്കാത്തവൻ എപ്പോഴും കഷ്ടപ്പെടും. ദേവിയെ ഉപാസിക്കാതെ ദേവനെ മാത്രം ഉപാസിക്കുന്നവന് ദുരിതങ്ങൾ ഒഴിയത്തില്ല. കാരണം നിങ്ങൾ തന്നെ ആരാകുന്നു? ഈ ശ്രീചക്രമാകുന്നു. ഈ 9 എണ്ണം നമ്മളിലുമുണ്ട്. ഏതൊക്കെയാണ് 9 എണ്ണം? നമുക്ക് നോക്കാം. അതായത് 5 ആദിപരാശക്തിയുടേത്. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന 5 ആദിപരാശക്തിയുടെ ശക്തികളാണ്. 1 ത്വക്ക്, 2 രക്തം, 3 മാംസം, 4 മേധസ്, 5 അസ്ഥി. ഇത് 4 ആരാണ്? ആദിപരാശക്തിയുടെ ശക്തി വിശേഷങ്ങളാണ്. ഇനി ശിവന്റെ ശക്തി വിശേഷങ്ങളുണ്ട്. അതാണ് 1 മജ്ജ, 2 ശുക്ലം, 3 പ്രാണൻ, 4 ജീവൻ. അങ്ങനെ 5 ആദിപരാശക്തിയുടെ ധാതുക്കളും 4 ശിവധാതുക്കളും ചേരുമ്പോൾ ശരീരം ഉണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശ്രീചക്രം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ശ്രീചക്രം തന്നെയാണ് മനുഷ്യനിലും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി. ഇത് 3 ആരാകുന്നു? 5 ആദിപരാശക്തിയുടെ ശക്തികളായ ധാതുക്കളാണ്. അടുത്തത് ശിവശക്തികളായ ധാതുക്കൾ 4 എണ്ണമാണ്. അവ ആരൊക്കെയാണ്? മജ്ജ, ശുക്ലം, പ്രാണൻ, ജീവൻ. അതുകൊണ്ട് തന്നെ ശ്രീചക്രത്തെ ഉപാസിച്ചിരിക്കണം, ദേവിയെ ഉപാസിച്ചിരിക്കണം, നിർബന്ധമായും ഉപാസിച്ചിരിക്കണം. ദേവിയെ മാറ്റി നിർത്തിയിട്ട് ദേവനെ മാത്രം ആരുപാസിക്കുന്നുവോ അവൻ രക്ഷപ്പെടത്തില്ല എന്നതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ദേവനെ, ഇപ്പൊ നിങ്ങൾ കൃഷ്ണനെ മാത്രം ആരാധിച്ച് രക്ഷപ്പെടത്തില്ല. അത് എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും പറയുമോ കൃഷ്ണനിട്ട് കഷ്ടപ്പെടുത്തുമെന്ന്. ശിവനെ മാത്രം ആരാധിച്ച് രക്ഷപ്പെടത്തില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ശിവനെയും പാർവതിയെയും കൂടെ ആരാധിക്കണം. കൃഷ്ണനെയും രാധയും അല്ലെങ്കിൽ കൃഷ്ണനെയും ലക്ഷ്മി ദേവിയെയും കൂടെ ആരാധിക്കണം. ഒരു ശക്തി വേണ്ടേ? ശക്തി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതൊക്കെ കേട്ടിട്ട് ശ്രീചക്ര ഉപാസന ആർക്കൊക്കെ ചെയ്യാം? ശ്രീചക്ര ഉപാസന അതായത് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണാദി 4 ജാതികൾക്കും ചെയ്യാം. ബ്രഹ്മചാരി മുതൽ 4 ആശ്രമികൾക്കും ചെയ്യാം. നമുക്ക് ഗൃഹസ്ഥാശ്രമിക്കും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ജ്ഞാനികൾക്ക് ചെയ്യാം, അജ്ഞാനികൾക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. അറിവുള്ളവനും ചെയ്യാം, അറിവില്ലാത്തവനും ചെയ്യാം, സാധാരണക്കാരനും ചെയ്യാം. മനസ്സിലായില്ലേ? സാധാരണക്കാരനല്ലാത്തവനും ചെയ്യാം. ശ്രീചക്ര ഉപാസന ആർക്കും വിലക്കിയിട്ടില്ല. അപ്പൊ ശ്രീചക്ര ഉപാസന ഭൂമിയിൽ പിറന്ന ആർക്കും ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആളുകൾ ഇതിനെയൊക്കെ അങ്ങ് ഭയങ്കരമായി പർവ്വതീകരിച്ചു വിരട്ടി പ്രത്യേകമായി വന്ന് ഉപാസന കൊടുത്ത് ഇത് ജപിക്കുമ്പോൾ പിന്നെ വേറെ ആരെയും ഉപാസിക്കരുതെന്നൊക്കെ കള്ളങ്ങൾ വരെ പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കും. അങ്ങനെ ഒന്നുമില്ല. ഇത് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ശക്തി ബീജമാണ് ഹ്രീം. അതുകൊണ്ട് ഹ്രീം എന്നതൊരു മഹാമന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ദേവിയെ സൂചിപ്പിക്കുന്ന മന്ത്രമാണ് ഏതെന്ന് പറയുന്നത്? ഹ്രീം എന്ന് പറയുന്നത്. അതൊരു മഹാമന്ത്രമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് സൗന്ദര്യ ലഹരിയിൽ ശിവഭഗവാൻ പറയുന്നു ശ്രീം എന്ന മന്ത്രം. ശ്രീം ഇതൊക്കെ ദേവിയെ സൂചിപ്പിക്കുന്നതാണ്. ശ്രീം ഞാൻ ഇപ്പൊ പറയുന്നത് ഹരിശ്രീയുടെ ശ്രീയാണ്. ശ്രീം എന്ന മന്ത്രം 81 ദിവസം, ഓരോ ദിവസവും 1000 തവണ വെച്ച് 81 ദിവസം മനസ്സിരുത്തി മനസ്സെങ്ങോട്ടും ഓടാതെ പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രപഞ്ചവും ഈ ശരീരവും ആദിപരാശക്തിയുടെ ശ്രീചക്രത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദേവിയെ ഉപാസിക്കുക. ദേവിയെ ഉപാസിക്കാതെ ദേവനെ മാത്രം ഉപാസിച്ചാൽ രക്ഷപ്പെടില്ല എന്നറിയുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.
രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.